ഹലോ, പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഏകദേശം ഒരു 5 മണിയായിട്ടുണ്ട്. ഇന്നിവിടെ റമദാൻ 1 അപ്പം ഞാനിന്ന് നോയമ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റതാണ്, അത്താഴം കഴിക്കാൻ വേണ്ടി എഴുന്നേറ്റതാണ്. അപ്പം ഞാൻ രാവിലെ കഴിക്കുന്നത് ബ്രെഡാണ്. ബ്രെഡിൻ്റെ കൂടെ ഈ ഒരു ടൊമാറ്റോ മൊസറല്ല സ്പ്രെഡും കൂടി ആഡ് ചെയ്താണ് കഴിക്കുന്നത്. പിന്നെ ഒരു സാലഡ് ലീഫും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനപ്പോൾ അത്താഴമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നിസ്കരിച്ച് കഴിഞ്ഞ് കുറച്ചു നേരം കിടന്നുറങ്ങിയായിരുന്നേ. ഇനി ഞാൻ മോളെ കിൻഡർ ഗാർഡനിലേക്ക് ആക്കാൻ പോവാണ്. ഇന്ന് നമുക്ക് പൈജാമ ഡേ ആണ് കിൻഡർ ഗാർഡനിൽ. അപ്പോൾ അവിടെ ചെന്നിട്ട് വേണം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് കിൻഡർ ഗാർഡനിലേക്ക് പോവാം. ഇപ്പം ഞങ്ങൾ കിൻഡർ ഗാർഡനിലെത്തി. മോളുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ പൈജാമ ഇട്ട് കൊടുത്തു. ഈ ഒരു ഡെക്കറേഷനൊക്കെ ഈ കുട്ടികളൊക്കെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് ടീച്ചേഴ്സാണ് ഇത് ഫുള്ളിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാനിപ്പോൾ ഹെക്വറുദി എന്ന് പറയുന്നൊരു കടയിലേക്കാണ് വന്നേക്കുന്നത്. ഇത് ഇവിടുത്തെ ഒരു ഫിഷ് ഷോപ്പാണ് കേട്ടോ ആ കണ്ടത്. അപ്പോൾ ഇതാണ് കേട്ടോ ഹെക്വറുദി എന്ന് പറയുന്ന ഒരു കട. ഈ കടയിൽ ഒത്തിരി വെജിറ്റബിൾസും പിന്നെ ചിക്കനും മീറ്റും ഒക്കെ കിട്ടും കേട്ടോ നമുക്ക്. അപ്പം ഞാനിന്ന് ബീഫും കുറച്ച് മട്ടനും വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കടയിലേക്ക് വന്നത്. കണ്ടോ, നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറേ ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട്. ഈ കാണുന്നതെല്ലാം ചീസാണേ. ചീസ്, അതേമാതിരി സോസേജ്, അതിൻ്റെയൊക്കെ സെക്ഷനാണ് കേട്ടോ ഈ ഒരു റൂം. ഈ കാണുന്നത് ചിക്കൻ, ബീഫ്, അതിൻ്റെയൊക്കെ സോസേജ് ആണേ. ഇതൊരു തുർക്കി ഷോപ്പാണേ. ഞങ്ങളിടക്ക് ഈ ഒരു ഷോപ്പിൽ നിന്നാണ് സലാമിയും സോസേജും ഒക്കെ വാങ്ങിക്കുന്നത്. ഞാനിപ്പോൾ സോസേജ് വാങ്ങിക്കുന്നില്ല, സലാമി മാത്രം വാങ്ങിക്കുന്നുണ്ട്. ഇത് മോരും വെള്ളമാണ് കേട്ടോ ഈ ഐറാൻ എന്ന് പറഞ്ഞ് കാണുന്നത്. ഈ കാണുന്നത് മുന്തിരിയുടെ ഇലയാണ്. ഇത് യൂസ് ചെയ്തിട്ട് ഇവർ കുറേ ടൈപ്പ് ഡിഷസ് ഉണ്ടാക്കുവേ. ഇതിൻ്റെ ഉള്ളിൽ റൈസും വെജിറ്റബിൾസും ഒക്കെ ആഡ് ചെയ്ത് റോൾ ചെയ്തിട്ട് ഇവർ കുറേ ടൈപ്പ് ഡിഷസ് ഉണ്ടാക്കാറുണ്ട്. അത് ഞങ്ങൾ ഇടയ്ക്ക് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചു നോക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതിന്. ഈ കാണുന്നത് ഫുള്ള് ഫ്രോസൺ കബാബ് പിന്നെ കുനാഫെ അതിൻ്റെയൊക്കെ സെക്ഷനാണ്. ഈ കാണുന്നത് വെണ്ടയ്ക്കയാണ്. ഇത് ഫ്രോസൺ വെണ്ടയ്ക്കയാണ്, കണ്ടോ. ഈ കാണുന്നത് മുളക് പൊടിയാണ്. ഞങ്ങളിടയ്ക്ക് ഇവിടെ നിന്നാണ് കേട്ടോ മുളക് പൊടിയൊക്കെ വാങ്ങിക്കുന്നത്. അത്യാവശ്യം നല്ല മുളക് പൊടിയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഈ കാണുന്നത് ബീഫ് ക്യൂബാണ്. അതിൻ്റെ അപ്പുറത്തുള്ളത് ചിക്കൻ ക്യൂബാണ്. ഞങ്ങൾ ഈ ഒരു ഷോപ്പിൽ നിന്ന് തന്നെയാണ് ചിക്കൻ ക്യൂബും ബീഫ് ക്യൂബും ഒക്കെ വാങ്ങിക്കാറുള്ളത്. ഇടയ്ക്ക് മന്തിയൊക്കെ ഉണ്ടാക്കുമ്പം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് നല്ലതാണ്. ഈ കാണുന്നത് സേമിയാണ്. ഇതൊക്കെ സൂപ്പ് ഉണ്ടാക്കുന്ന പൗഡറാണ് ഈ കാണുന്നത്. ഈ ഒരു ബോട്ടിലിൽ കാണുന്നത് ടൊമാറ്റോ പേസ്റ്റ് ആണ്. ഇത് മയോണൈസ് അതിൻ്റെയൊക്കെ സെക്ഷനാണ്.
ഈ കാണുന്നത് സൺഫ്ലവറിന്റെ സീഡാണ്. ഇത് ഫുള്ള് നട്ട്സ്, കാഷ്യൂ അതിൻ്റെയൊക്കെ സെക്ഷനാണ്. ഇത് പംകിൻ സീഡാണ്. ഈ കാണുന്നത് കോണാണ്. കോൺ ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് മസാലയൊക്കെ ആഡ് ചെയ്ത് വരുന്നതാണ്. ഇത് നമ്മൾ പായസത്തിലും നെയ്ച്ചോറിലൊക്കെ ആഡ് ചെയ്യുന്ന മുന്തിരിയാണ് കേട്ടോ ഈ കാണുന്നത്, ഉണക്കമുന്തിരി. ഈ കാണുന്നത് ഉപ്പിലിട്ട വെജിറ്റബിൾസ് ആണ്. അതിൻ്റെ അകത്ത് ക്യാരറ്റ്, ക്യാബേജ്, മുളക് അതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഷോപ്പിൽ ഉണക്കനാരങ്ങ കിട്ടുവേ, നമ്മൾ കുഴിമന്തിയൊക്കെ ഉണ്ടാക്കുമ്പം ആഡ് ചെയ്യാനായിട്ടുള്ളത്. ഇത് പുളിയുടെ പേസ്റ്റ് ആണ് കേട്ടോ. ഇതൊന്നും ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല, ഞാനിപ്പോഴാണ് കേട്ടോ അതൊക്കെ കാണുന്നത്. ഇത് ഫുള്ള് ജാമിൻ്റെ സെക്ഷനാണ്. ഈ കാണുന്നത് ഹൽവയാണ്. ഇത് നമ്മുടെ ഹൽവ പോലെയല്ല കേട്ടോ, ഇത് വേറൊരു ഫ്ലേവറാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. നമ്മുടെ ഹൽവ പോലെയല്ല, വേറൊരു ഫ്ലേവറാണ് കേട്ടോ ഇതിന്. ഈ കാണുന്നത് ചോളത്തിന്റെ പൊടിയാണ്. ഈ കാണുന്നതാണ് കേട്ടോ ഹൽവ. പിന്നെ ഇത് പല ടൈപ്പിലുള്ള സ്വീറ്റ്സ് ആണ്. ഇത് ചിക്കൻ്റെ ഒക്കെ സെക്ഷനാണ്. ചിക്കൻ, ബീഫ്, മട്ടൻ അതിൻ്റെയൊക്കെ സെക്ഷനാണ് കേട്ടോ. ഈ കാണുന്നത് ചിക്കൻ ആണ്. നമ്മൾ ഇവിടെ നിന്നാണ് മട്ടനും ബീഫും ഒക്കെ വാങ്ങിക്കാറുള്ളത്. ഇത് മട്ടന്റെ പല പല പാർട്സ് ആണ് കേട്ടോ വെച്ചേക്കുന്നത്. ഈ കാണുന്നത് ബീഫിന്റെ പാർട്സ് ആണ്. ഈ കാണുന്നത് മട്ടന്റെ ലിവറും ബ്രെയിനും അതൊക്കെയാണ് കേട്ടോ. പിന്നെ സൂപ്പ് ഉണ്ടാക്കാൻ പറ്റിയ പാർട്സും ഒക്കെ ഉണ്ട് ഇവിടെ. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ബീഫും മട്ടനും ബ്രെയിനും ആണ്, ആടിന്റെ ബ്രെയിനാണ് വാങ്ങിച്ചത്. പിന്നെ ഇവിടെ കാണുന്നതെല്ലാം ഇതൊക്കെ ഓരോ സ്വീറ്റ്സ് ആണ് കേട്ടോ. ഇപ്പൊ എന്റെ ഷോപ്പിംഗ് ഒക്കെ ഒരുമാതിരി കഴിഞ്ഞു. ഇനിയിപ്പോ ഞാൻ ബില്ലടിച്ചിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പെരിഞ്ജീരകമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അതൊക്കെ ആവശ്യത്തിന് വേണ്ട മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തു. മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി സ്വല്പം മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാവേ. ചിലപ്പം ഇതിലേക്ക് ഞാൻ സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുവാണ്. ഉള്ളി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കൊന്നും കൂടി ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ആയിട്ടുള്ളൊരു മസാല കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സവാള വാട്ടാവേ. ഇപ്പൊ ഞാൻ ഈ ഒരു കോക്കനട്ട് ഓയിലിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം സോൾട്ടും ആഡ് ചെയ്ത് കൊടുത്തേ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം.
ഇപ്പോൾ സവാള അത്യാവശ്യം വഴറ്റി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച ആ ഒരു മിക്സും ആഡ് ചെയ്ത് കൊടുത്തേ. ഇനി ഇത് നന്നായിട്ട് വഴറ്റി എണ്ണ തെളിയുന്നത് വരെയും നന്നായിട്ട് വഴറ്റണേ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ കട്ട് ചെയ്ത് വെച്ച ബീഫും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 5-6 വിസിൽ വരുന്നവരെയും വെക്കാവേ. കാരണം ഇത് എല്ലുള്ള കഷ്ണമാണ്. അപ്പൊ 5-6 വിസിലെങ്കിലും മാക്സിമം വേണം കേട്ടോ ഇത് വേകാനായിട്ട്. ഈ ഒരു ബീഫ് കറിയിലൂടെ കഴിക്കാനായിട്ട് അരിപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അരിപ്പത്തിരിയുടെ അളവെന്ന് പറയുന്നത് 1 ഗ്ലാസ് പൊടിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ആഡ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഈ ഒരു കപ്പിൽ 2 കപ്പ് പൊടിയാണ് എടുക്കുന്നത്. അപ്പം അതിന് 4 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് സോൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് നന്നായിട്ട് ബോയിൽ ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാവേ. ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചേരം ഒന്ന് മൂടി വെക്കാം. എന്നിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് കുഴച്ചെടുക്കാം. ചൂടാറി കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഒരു മാവ് കുഴച്ചിട്ട് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ടേ. പരത്തുന്ന ടൈമിൽ നമ്മൾ പൊടിയിൽ ഇങ്ങനെ മുക്കിയിട്ട് വേണേ പരത്താനായിട്ട്. ഇതിപ്പോ ഞാനിപ്പം പരത്തി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ചുട്ടെടുക്കാം. അപ്പൊ ഇതാണ്ടോ സൂപ്പർ അരിപ്പത്തിരി നമുക്ക് കിട്ടും. ഇനി നമുക്ക് അടുത്തതും പരത്തിയെടുക്കാവേ. സാരമില്ല. ഇപ്പൊ ഞാൻ ഒരെണ്ണം ചുട്ടെടുത്തു. ഇനി ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കാം. ഇത് മട്ടന്റെ ബ്രെയിൻ ആണ്. അത് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പൊ ഇതിന്റെ റെസിപ്പി ആർക്കെങ്കിലും വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതിയേ. ഞാൻ അടുത്ത വീഡിയോയിൽ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് തുളുപ്പിന്റെ പ്ലാന്റ്സ് ആണ്. ഞങ്ങളുടെ ഫ്രണ്ട്സ് കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴേക്കും അവർ കൊണ്ട് തന്നതാണ് ഇത്. ഇതിപ്പോ അജായിക്ക ഫുള്ള് നട്ടു വെച്ചിട്ടുണ്ടേ. ഞാനിപ്പോൾ സ്നാക്സ് ആയിട്ട് സമൂസയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഓയിലിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവോള ആഡ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, അതും ആഡ് ചെയ്ത് കൊടുത്തു. ഏകദേശം വഴറ്റി കിട്ടിയിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മസാലപ്പൊടി, ഇത് 3ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ അല്പം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തു. കണ്ടോ, നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് എന്തോരം എരിവാണോ വേണ്ടത് അതനുസരിച്ചുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതിയേ. പിന്നെ അല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. പിന്നെ ഗരം മസാലയും കൂടി ആഡ് ചെയ്യുകയാണ്. അപ്പൊ ഇത്രേ ഉള്ളേ. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ചിക്കൻ ഇപ്പം വേവിച്ചു വെച്ചിട്ടുണ്ട്. വെറുതെ സോൾട്ടും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് വേവിച്ചു വെച്ചതാണ്. ആ ഒരു ചിക്കനും കൂടി ഇതിനകത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ചിക്കൻ ഞാനിപ്പം ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ. അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ, നമുക്ക് സമൂസയുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസയുടെ ഓരോരോ ഷീറ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാം. സമൂസയുടെ ഷീറ്റ് ഉണ്ടാക്കാനായിട്ട് മൈദാപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് അല്പം സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാവേ. തന്നെ കുഴച്ചെടുക്കാം. എല്ലാം ബോൾസ് ആക്കി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. ഇനി ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണേ. ഇതിപ്പോ ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ കോഴിയുടെ ഒക്കെ ഉണ്ടാക്കൂലേ, അങ്ങനത്തെ ഒരു സമൂസയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതിലേക്ക് ആ ഒരു മസാല ഫില്ല് ചെയ്ത് കൊടുക്കാവേ. ഈ ഒരു മസാല ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി ഇത് ഇങ്ങനെ എടുക്കണേ. അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഇവിടെ സമൂസ ഉണ്ടാക്കുന്നത്. ഇത് അജായിക്കയുടെ വീട്ടില് അജായിക്കയുടെ ഉമ്മ ഉണ്ടാക്കുന്നതാണ് കേട്ടോ, അത് കണ്ട് പഠിച്ചതാണേ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ശരിയാക്കിയെടുക്കാം. നോയമ്പിന്റെ ടൈമിൽ അജായിക്കയുടെ വീട്ടില് ഇങ്ങനെ സ്നാക്സ് ഉണ്ടാക്കുവാണ് കേട്ടോ ചെയ്യുന്നത് കഴിക്കാനായിട്ട്. അതായത് സമൂസ, കട്ട്ലേറ്റ് അതെല്ലാം ഇക്കയുടെ ഉമ്മിച്ചി ഉണ്ടാക്കുവേ. അപ്പൊ അത് കണ്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത്. ഞങ്ങളുടെ വീട്ടില് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് പുറത്തുനിന്ന്, ചിലപ്പോ ഉച്ച ഉണ്ടാക്കുവേ. ഏകദേശം ഒരു 4:30 ആയിട്ടുണ്ട്. ഇവിടെ 5:41 മഗ്‌രിബ്. ഇതിപ്പോ ഞാനെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ സമൂസ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാം ഇത് ഓരോന്നായിട്ട്. കണ്ടോ, ഇതിങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. രണ്ടാമത്തെ സെക്ഷനും ഇട്ടിട്ടുണ്ട്. ഫസ്റ്റിലത്തെ സെക്ഷൻ ഇപ്പം ഫുള്ള് ഫ്രൈ ചെയ്തെടുക്കും. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു സമൂസ. നമ്മുടെ കോഴിയുടെ പോലത്തെ ഒക്കെ ഷേപ്പാണ്. നമുക്ക് ബാക്കിയും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു സമൂസ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണേ. ഇപ്പം നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇപ്പം ഏകദേശം ഒരു 8 മണി ആയിട്ടുണ്ട്. ഇപ്പം രാത്രിയിലത്തെ ഫുഡ് കഴിക്കാൻ നല്ല സോഫ്റ്റ് പത്തിരിയാണ്. അടിപൊളി കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ ഈ ഒരു വ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.